ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷർട്ടിൻ്റെ മെഷർമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഷർട്ടിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ 4-1, 6-1, 8-1, 12-1 നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ ഷർട്ട് തയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഏതൊരു അളവ് ചെസ്റ്റുള്ള ആൾക്കും നമ്മൾ ഇതേപോലെ 4-1, 6-1, 8-1, 12-1 കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഷർട്ട് തയ്ക്കാൻ പറ്റുക. അപ്പോൾ 20 എത്ര പ്രാവശ്യം നമ്മൾ 4 കാണേണ്ടത്. അപ്പോൾ നമുക്ക് 20 എത്ര പ്രാവശ്യമാണ് 4 വരിക നോക്കാം. 5 പ്രാവശ്യം. അതേപോലെ തന്നെ 22 എത്ര പ്രാവശ്യം 4 പോകും നോക്കുക. അങ്ങനെ 26 എത്ര പ്രാവശ്യം 4 പോകും നോക്കുക. 26 നമുക്ക് 6 പ്രാവശ്യമാണ് 4 പോകുക. അങ്ങനെ നമ്മൾ 24 ഹരിക്കണം 6 എന്ന് കണ്ടാലും മതി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ 26 നമുക്ക് എത്ര പ്രാവശ്യം പോകും നോക്കുക. 6 പ്രാവശ്യം പോകും. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന 2 വരുമ്പോൾ അരട്ട് കൊടുക്കുക. പിന്നെ 28 എത്ര പ്രാവശ്യം നോക്കുക. 7 പോകും. 30 എത്ര 7. പിന്നെ ഇങ്ങനെ താഴത്തേക്ക് നമ്മൾ 8, 8, 9, 9 ഈ രീതിയിൽ ഇങ്ങനെ എഴുതിയതാണ്. എത്ര പ്രാവശ്യം പോകുന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 4-1 കാണാൻ വളരെ സിമ്പിളാണ്. അതേപോലെ നമ്മൾ 46 വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചാർട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ 4-1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 8-1 കാണാൻ വളരെ സിമ്പിളാണ്. 4-1 നേരെ പകുതിയായിരിക്കും 8-1. അതേപോലെ തന്നെ 6-1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 12-1 കാണാൻ വളരെ സിമ്പിളായിരിക്കും. 6-1 നേർ പകുതിയായിരിക്കും 12-1. അപ്പോൾ നമുക്ക് 20 ചെസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ 6-1 കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 20 ആണെന്നുണ്ടെങ്കിൽ 6-1 കാണാൻ 20 എത്ര പ്രാവശ്യം 6 പോകും നോക്കുക. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ അതിന് 3 പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഈ കാല് വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് നമ്മൾ 20 എത്ര പ്രാവശ്യം പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 18. അപ്പോൾ 2 മൈനസ് വരുന്നുണ്ട് ഇതിൽ. ഈ 2 വന്നാൽ നമ്മൾ കാലിട്ട് കൊടുക്കണം. 1 വന്നാൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 2 വന്നാൽ കാലിട്ട് കൊടുക്കുക. 3 വന്നാൽ അരട്ട് കൊടുക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തന്നിട്ടുണ്ട് കളറിൻ്റെ, അത് ശ്രദ്ധിച്ചാലും മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ 22 നമ്മൾ കാണണം. 24 6-1, അതേപോലെ തന്നെ 26 6-1 ഇത് കാണാം. പിന്നെ എക്സ്ട്രാ വരുന്ന സംഖ്യ എത്ര നോക്കുക. ഇപ്പം 26 4-1 കാണുമ്പോൾ 4 പ്രാവശ്യം പോവും. അതേപോലെ തന്നെ 26 4-1 കാണുമ്പോൾ 4 കാല വരിക. 28 നോക്കുമ്പോൾ 4.5 വരിക. 30 നോക്കുമ്പോൾ 5 വരിക. 32 5.25 വരിക. ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ഓരോന്നും നോക്കിയാൽ തന്നെ മനസ്സിലാവും. 5, 5.25, 5.5, 6, 6.25, 6.5, 7, 7.25, 7. ഈ രീതിയിലാണ് നമുക്ക് 6-1 കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ 4-1 കണ്ട്, അതേപോലെ തന്നെ 6-1 കണ്ട്. ഇനി നമുക്ക് 8-1 കാണണം. ഇനി നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുള്ള കാലമല്ലേ. അപ്പോൾ നിങ്ങൾ 20 ഹരിക്കണം 8 അടിച്ചെടുത്താലും മതി. അപ്പോൾ 8 എത്ര പ്രാവശ്യം പോകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ശേഷം വരുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കുക. അതിന് 1 വരുന്നുണ്ടെങ്കിൽ ഈ തന്ന സംഖ്യയുടെ നേരെ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 2 കാലിട്ട് കൊടുക്കുക. 3 അരട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ 4 നമ്മൾ ആരെയും പോയിന്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇനി നിങ്ങൾക്ക് 8-1 കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4-1 കണ്ടതിൻ്റെ നേരെ പകുതിയാക്കിയാൽ മതി. അങ്ങനെ ആയാലും നമുക്ക് 8-1 കാണാൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ 4-1, 6-1 കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള 8-1, 12-1 കാണാൻ ഏറ്റവും പെട്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ 6-1, 4-1 കണ്ട പോലെ നമ്മൾ 8-1, 12-1 കാണണം. ഇപ്പം നമ്മളിതിൽ എഴുതി വെച്ചേക്കണത് നമ്മൾ ഓരോ സംഖ്യയെ കൊണ്ട് 8 പ്രാവശ്യം എത്ര പ്രാവശ്യമാണ്
20-ൽ 8 ഉണ്ട് എന്നുള്ളതും 20-ൽ എത്ര പ്രാവശ്യം 12 ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ എളുപ്പ വഴി പറഞ്ഞു തരാം. നമ്മൾ 4-1 നേർ പകുതിയാക്കിയിട്ട് 8-1 എഴുതുക. 6-1 നേർ പകുതിയാക്കിയിട്ട് 12-1 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മുതൽ 46 വരെയുള്ള എല്ലാ സംഖ്യയുടെയും 8-1 12-1 കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു നോട്ടിൽ എഴുതി വെക്കണം ഏറ്റവും ബെറ്റർ. നമുക്ക് ഷർട്ട് തയ്ക്കുമ്പോൾ ഫുൾ സ്ലീവ് ആണെങ്കിൽ 8-1 കാണാനുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് 12-1 കാണാനുണ്ടാവും. ഷേപ്പ് തയ്ച്ച കാണാൻ 6-1 കാണാനുണ്ടാവും. 4-1 കാണാനുണ്ടാവും. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷർമെന്റ് ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് കോളറിന്റെ 6-1 എങ്ങനെ കാണുക എന്നുള്ളതാണ്. നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോളർ 9 മുതൽ 17 വരെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ നെക്ക് വിഡ്ത്തും അതേപോലെ തന്നെ നെക്കിന്റെ ലെങ്ത്തും കാണുക എന്നുള്ളതാണ്. നെക്ക് വിഡ്ത്തിന്റെ കൂടെ നമ്മൾ ഏതൊരു സംഖ്യ കിട്ടിയാലും അതിന്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം. പക്ഷെ നെക്ക് ലെങ്ത്തിന്റെ കൂടെ ഒരിക്കലും നമ്മൾ 4 ഇഞ്ച് കൂട്ടി എഴുതരുത്. അപ്പോൾ 9 കാണാം. ഈ 9ന്റെ കോളർ 9 കരുതുക. ഈ 9ന്റെ 6-1 കാണാൻ എത്ര പ്രാവശ്യം 6 പോകും നോക്കുക. അപ്പോൾ ഒരു പ്രാവശ്യമാണ് പോവുക. അപ്പോൾ നമ്മൾ 9-ൽ നിന്ന് ഒരു പ്രാവശ്യമല്ലേ പോവുക. അപ്പോൾ 6 എഴുതുക. ജസ്റ്റ് നമുക്കത് മനസ്സിലാൻ വേണ്ടി. അപ്പോൾ ഈ 9-ൽ നിന്ന് -6 ചെയ്താൽ ബാക്കി 3 വരിക. ഒരു പ്രാവശ്യമല്ലേ പോവുള്ളൂ. അപ്പോൾ 7, 8, 9 3 ബാലൻസ് തരണേ. അപ്പോൾ 3 ബാലൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് അതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ട സംഖ്യയാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് തരാണ്. 1 ആവുമ്പോൾ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. 2 ആവുമ്പോൾ നമ്മൾ കാലിട്ട് കൊടുക്കുക. 3 വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് വരുന്നത് നമുക്ക് 3 അല്ലേ. അപ്പോൾ നമ്മൾ എത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത്? ബാലൻസ് വരുമ്പോൾ നമ്മൾ 1/2 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ 9ന്റെ സ്ഥാനത്ത് നമ്മൾ 1/2 ഇട്ട് കൊടുക്കണം. 4ന്റെ സ്ഥാനത്ത് നമ്മൾ 1/2 പോയിന്റ് ഇട്ട് കൊടുക്കണം. 5ന്റെ സ്ഥാനത്ത് നമ്മൾ 3/4 ഇട്ട് കൊടുക്കണം. 6ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? 3/4 പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞു തരൂല. പക്ഷെ ഷർട്ട് പഠിക്കാൻ നമുക്ക് മിനിമം 1 മാസമെങ്കിലും പിടിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി എഴുതി വെക്കണം നിങ്ങൾ. അപ്പോൾ കോളറിന്റെ 6-1 കാണുമ്പോൾ 9-ൽ എത്ര പ്രാവശ്യം 6 പോകും നോക്കുക. ഒരു പ്രാവശ്യം. ബാലൻസ് വരുന്ന 6 കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന സംഖ്യ 3 ആ 3 വരണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് 3ന് ശേഷം നമ്മളൊരു സംഖ്യ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ 3 വരുന്നത് എവിടെയാണ് നോക്കുക. അപ്പോൾ ഈ 1/2 ഇഞ്ചാണ് 3 വരുന്നത്. ആ 1/2 നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്ത് 1ന്റെ തൊട്ടടുത്ത് നമ്മൾ ആ 1/2 ഇഞ്ച് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ 1/2 ഇഞ്ചിന്റെ കൂടെ പ്ലസ് 4 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 1.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1.25 നമ്മൾ ഇവിടെ നെക്ക് വിഡ്ത്തിന്റെ അവിടെ എഴുതുക. നമ്മൾ കിട്ടിയ സംഖ്യ ആയിട്ടുള്ള 1 നമ്മൾ നെക്ക് ലെങ്ത് ആയിട്ട് എഴുതുക. ഇനി നമുക്ക് 10 കോളർ വന്നിട്ടുണ്ടെങ്കിൽ 10ൽ എത്ര പ്രാവശ്യം 6 പോകും നോക്കുക. ഒരു പ്രാവശ്യം. അപ്പം നമുക്ക് ബാലൻസ് വരുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കുക. അപ്പം നമുക്ക് 4 ബാലൻസ് വരുന്ന സംഖ്യ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? താഴത്ത് നോക്കുക. 1/2 പോയിന്റാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. 4 വരുമ്പോൾ നമ്മൾ 1/2 പോയിന്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ കൂടെ പ്ലസ് 4 കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതി വെച്ചിട്ട് നെക്ക് എടുത്ത്. നെക്ക് ലെങ്ത്ത് നമ്മൾ എഴുതിയിട്ടുള്ളത് ആ 1.5 പോയിന്റ് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇനി 11 വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് സംഖ്യ വരുന്നത് നോക്കുക. അപ്പം നമുക്ക് വന്നിട്ടുള്ളത് 11ൽ ഒരു പ്രാവശ്യം 6 പോവാം. 1 ആദ്യം എഴുതണം നമ്മൾ. അപ്പോൾ ബാലൻസ് വരുന്ന സംഖ്യ എത്രയാണ് നോക്കുക. 5. അപ്പം നമുക്ക് 3/4. അപ്പോൾ 1.25 കിട്ടും. പ്ലസ് 4 കൂട്ടിയിട്ട് നമ്മൾ 2 എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്ക് ലെങ്ത്ത് നമുക്ക് 1.25 വരിക. ഇനി നമുക്ക് 12 കോളർ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതാണ്? 12 കോളർ വരുമ്പോൾ നമുക്ക് 12ൽ 6 2 പ്രാവശ്യമാണ് പോവുക. അപ്പോൾ എത്ര പ്രാവശ്യം പോവും? ആ 2. അപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള സംഖ്യ വരുന്നില്ല. 0 ആണ് വരുന്നത്. ഇതുവരെ നമുക്ക് 5ഉം 4ഉം 3ഉം 2 വന്നിരുന്നു. പക്ഷെ ഈ 12 വരുമ്പോൾ നമുക്ക് ബാലൻസ് സംഖ്യ ഇല്ല. അപ്പോൾ 2 നമ്മൾ എഴുതി കൊടുക്കുക. അതിൻ്റെ കൂടെ പ്ലസ് 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2.25 നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്ത് 2 നമുക്ക് വരുന്നത്. ഇനി 13 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 13ൽ എത്ര പ്രാവശ്യം
6 പോകുന്നല്ല ഇനി നോക്കേണ്ടത്, 12 പോകുന്ന നോക്കേണ്ടത്. 12 നമുക്ക് ഒരു പ്രാവശ്യം പോവാം. ശരിക്കും 6 തന്നെയാണ് വേണ്ടത്, നമുക്ക് നോക്കേണ്ടത് 6 തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാലൻസ് വരുന്ന സംഖ്യ നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ 13 ഹരിക്കണം 6. അപ്പം എത്ര പ്രാവശ്യം പോകും നോക്കുക. അപ്പോൾ മുകളിൽ 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമാണ് പോവുക. അപ്പോൾ നമ്മൾ പ്ലസ് എത്രയാണ് ബാലൻസ് വരുന്ന സംഖ്യ നോക്കുക. അപ്പം നമുക്ക് 1 കിട്ടിയിട്ടുള്ളത്. ഈ 1 എങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ ബാക്കി വരുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ആ പോയിന്റും കാലും അരയും മുക്കാലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ബോർഡിൽ 15, 16, 17 ഒന്ന് വായിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മൾ ഈ കോളറിൻ്റെ 6 കാണുന്ന വീഡിയോ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ഇനി നമ്മൾ 15 വന്നിട്ടുള്ളത്. 15 ആവുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം അതിൽ 6 പോകും നോക്കുക. അപ്പോൾ 2 പ്രാവശ്യമാണ് 6 പോവുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് 15 ഹരിക്കണം 6. അപ്പോൾ 2 പ്രാവശ്യം പോകും. 2, 6, 12. അപ്പോൾ ഈ 12ൽ നിന്ന് നമുക്ക് 3 ബാലൻസ് വരിക. 3 വരുമ്പോൾ നമ്മൾ എത്ര ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അര ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പ്ലസ് കാലും കൂടി കൂട്ടണം. പ്ലസ് കാലും കൂടി കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നെക്ക് വിടുത്ത് കണക്കാവുക. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് 6ൽ നോക്കിയാൽ മതി. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ 12ന് ശേഷം നമ്മൾ 12 മൈനസ് ചെയ്താലും മതി. ഇപ്പം എങ്ങനെ ചോദിച്ചാൽ നമ്മൾ 13ന് 12 മൈനസ് ചെയ്താൽ നോക്കുക, 14ന് 12 മൈനസ് ചെയ്താൽ നോക്കുക. അതേപോലെ തന്നെ 15ന് 12 മൈനസ് ചെയ്ത് നോക്കുക, 16ന് അങ്ങനെ ചെയ്താലും നമുക്ക് പെട്ടെന്ന് ഇതിലുള്ള ബാലൻസ് സംഖ്യ കിട്ടും. അപ്പം നമുക്ക് നെക്ക് വെടുത്തും നെക്ക് ലെങ്ത്തും കാണാൻ എളുപ്പമാവും. ഈ ഹരണമൊന്നും അറിയാത്തവർക്കാണ് ഈ ട്രിക്ക് പറയുന്നത്. നമ്മൾ എത്രയാണോ 9 ആണെങ്കിൽ 9ന്ന് മൈനസ് 6 ചെയ്യുക, 10 ആണെങ്കിൽ 10ന്ന് മൈനസ് 6 ചെയ്യുക. 12 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 12ന്ന് 6 ചെയ്യണം, 13ന്ന് 6 ചെയ്യണം, 14ന്ന് 6 ചെയ്യണം, 17 വരെ അങ്ങനെ ചെയ്യാം. 17ന്റെ മുകൾക്ക് കോളർ കൂടുതൽ വരാറില്ല. ഇനി നമ്മൾ 16 ആണെന്നുണ്ടെങ്കിൽ ഹരിക്കൽ എങ്ങനെയെന്ന് നോക്കുക. 16ൽ എത്ര പ്രാവശ്യം 6 പോകും നോക്കുക. ഇപ്പോൾ 2 പ്രാവശ്യമാണ് പോവുക. ബാലൻസ് വരുന്ന സംഖ്യ 4. 4 വരുമ്പോൾ നമ്മൾ അരയും പോയിന്റുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് പ്ലസ് കാലും കൂടി കൂട്ടിയിട്ട് നമുക്ക് 2.25 പോയിന്റുമാണ് വരിക. അതേപോലെ 17 വരുമ്പോൾ നമുക്ക് എത്രയാണ് ബാലൻസ് വരുന്ന സംഖ്യ നോക്കാം. ഇപ്പോൾ നമുക്ക് 5 വന്നിട്ടുള്ളത്. 5 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 17ൽ എത്ര പ്രാവശ്യം 6 പോകും നോക്കണം. അപ്പോൾ നമ്മൾ അറിയണവരാണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലാത്തവർക്കാണ് നമ്മൾ പറഞ്ഞത് 17ന്ന് 12 കുറച്ച് നോക്കിയാലും മതി. അങ്ങനെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും കണ്ടിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ ഈ ബാലൻസ് വരുന്ന സംഖ്യ കൂട്ടിയിട്ട് എഴുതുന്നതാണ്. പ്ലസ് കാല് ചേർക്കേണ്ട ആവശ്യമില്ല. നെക്ക് വിഡ്ത്തിൻ്റെ കൂടെ മാത്രമേ നമ്മൾ 4 ഇഞ്ച് കൂട്ടുള്ളൂ. നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും 4 ഇഞ്ച് കൂട്ടൂല. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണണം. ഇത് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.